സൃഷ്ടി അതൊരു നിമിഷം കൊണ്ടുണ്ടായ അത്ഭുതമല്ല, അത് അനന്തമായ ഒരു പ്രവാഹമാണ്. യുഗങ്ങൾ മാറുന്നു, ധർമ്മം തളരുന്നു, അധർമ്മം ആളിക്കത്തുന്നു. അപ്പോൾ ആ അനന്തമായ പരബ്രഹ്മം രൂപം ധരിക്കുന്നു. അതാണ് ദശാവതാരം. ആദ്യമായി വിഷ്ണു അവതരിച്ചത് മത്സ്യമായി. പ്രളയത്തിൽ മുങ്ങിയ ലോകത്ത് മനുവിനെയും വേദജ്ഞാനത്തെയും സംരക്ഷിച്ച് ജീവന്റെ തുടർച്ച ഉറപ്പാക്കി. അടുത്തത് കൂർമാവതാരം. ലോകം താഴ്ന്നുപോയപ്പോൾ അടിത്തറയായി ഭാരമേറ്റുവാങ്ങിയ നിശബ്ദമായ സ്ഥിരത. പിന്നീട് വരാഹൻ, അഗാധത്തിൽ നിന്ന് ഭൂമിയെ ഉയർത്തി സൃഷ്ടിയെ പുനഃസ്ഥാപിച്ച രക്ഷകൻ. നാലാമത് നരസിംഹൻ, നിയമങ്ങൾക്കും പരിധികൾക്കും അപ്പുറം നിന്ന ദൈവീക നീതി. വാമനൻ, 3 അടി മണ്ണിലൂടെ അഹങ്കാരത്തെ കീഴടക്കിയ ബുദ്ധിയുടെ അവതാരം. ആറാമത് പരശുരാമൻ, അധർമ്മത്തിൽ മുങ്ങിയ ഭൂമിയെ ശുദ്ധീകരിച്ച യുദ്ധസന്യാസി. ഏഴാമത് രാമൻ, ധർമ്മം ജീവിച്ചു കാണിച്ച ആദർശ രാജാവൻ. എട്ടാമത് ബലരാമൻ, ശക്തിയിലും സംയമനത്തിലും സ്ഥിരതയിലും നിൽക്കുന്ന അവതാരം. ഒൻപതാമത് കൃഷ്ണൻ, ജ്ഞാനവും തന്ത്രവും സ്നേഹവും ഒന്നിച്ച ദൈവീക സാന്നിധ്യം. അവസാനം കൽക്കി, ഇനിയും വരാനിരിക്കുന്ന ധർമ്മത്തിന്റെ പുനഃസ്ഥാപനം. യുഗങ്ങൾ മാറുമ്പോഴും ലോകം മാറുമ്പോഴും അവതാരം തുടർന്നുകൊണ്ടേയിരിക്കും.